ബ്ലെസ്സിങ്സ് എവറിവൺ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പുതിയൊരു പഠനം തുടങ്ങിയിരിക്കുകയായിരുന്നല്ലോ, ജീവിത പാഠങ്ങൾ എന്ന സീരീസ്. ബൈബിളിലെ പല വ്യക്തികളെ കുറിച്ചുള്ള പഠനം, പരിശുദ്ധാത്മാവ് എന്തെല്ലാം പഠിപ്പിക്കുന്നു, അവരെക്കുറിച്ച് മനസ്സിലാക്കേണ്ട എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പകുതിയിലധികം അപ്പോസ്തലന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ വാച്ച് ചെയ്യണം. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്, ഓരോ വ്യക്തികളുടെ ക്യാരക്ടർ വ്യത്യസ്തമാണ്, ഓരോ വ്യക്തികളും ദൈവം ഇടപെട്ട വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ ഓരോ വ്യക്തികളിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായ പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന യാക്കോബിനെ കുറിച്ചാണ്. യാക്കോബ് എന്ന് പറയുമ്പോൾ 12 ശിഷ്യന്മാരിൽ 2 പേരുടെ പേര് യാക്കോബ് എന്നായിരുന്നു. ഇതിനു മുമ്പ് ഞാനൊരു യാക്കോബിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് സെബദി പുത്രനായ യാക്കോബ്, സെബദി പുത്രൻ, അല്ലെങ്കിൽ യോഹന്നാനും യാക്കോബും 2 സഹോദരങ്ങളായിരുന്നു. സെബദിയുടെ മക്കൾ എന്നറിയപ്പെട്ട യാക്കോബ്. കർത്താവിന്റെ ശിഷ്യന്മാരുടെ പേരുകൾ മത്തായി 10-ാം അധ്യായത്തിലും മർക്കോസ് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അതിൽ മർക്കോസ് 3-ൽ നമുക്ക് വായിക്കാൻ കഴിയും, ആൽഫായുടെ മകനായ യാക്കോബ്, ആൽഫായുടെ, ദ സൺ ഓഫ് ആൽഫായ്. അദ്ദേഹം ഇങ്ങനെ അറിയപ്പെടുന്നു, ജെയിംസ് ദ ലെസ്. പത്രോസും യോഹന്നാന്റെ സഹോദരൻ യാക്കോബ്, അവർ നിന്നതുപോലെ ഒരു സ്പോട്ട് ലൈറ്റിൽ നിന്ന ശിഷ്യനല്ലായിരുന്നു യാക്കോബ്. പക്ഷേ സുവിശേഷ വേല എന്ന് പറയുമ്പോൾ എപ്പോഴും സ്റ്റേജോ സ്പോട്ട് ലൈറ്റോ അല്ല എന്ന് നമ്മൾ ഓർക്കണം. ഈ 12 ശിഷ്യന്മാരിൽ ഈ സ്പോട്ട് ലൈറ്റിൽ ഭൂമിയിൽ നിന്ന ശിഷ്യന്മാരുടെ പേരിനൊപ്പം തന്നെ പുതു യെരുശലേമിൽ ഈ യാക്കോബിന്റെ പേരും ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം, അവിടെ യോഹന്നാൻ കാണുന്ന ഒരു കാഴ്ചയാണ്, വരാൻ പോകുന്ന സംഭവമാണ്. അതിൽ 21-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുന്ന പുതു യെരുശലേം. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്തവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ അതിൽ നിന്ന് നിൽക്കുമ്പോൾ വായിച്ചാൽ മനസ്സിലാകും. അതിൻ്റെ 12-ാം വാക്യം, അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരങ്ങളും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരും കൊത്തിയിട്ടുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ടെന്ന്. യോഹന്നാന്റെ സഹോദരൻ യാക്കോബ് പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു. ആ ശിഷ്യന്റെ മാത്രമല്ല, പത്രോസിന്റെ മാത്രമല്ല, ഈ ബൈബിളിൽ ഒത്തിരി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും, അധികം ഒന്നും പേര് കാണുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ അധികം സ്പോട്ട് ലൈറ്റിലൊന്നും കാണുന്ന ഒരു വ്യക്തി അല്ലെങ്കിലും, അദ്ദേഹത്തിൻ്റെ പേര് അതേ 12 ശിഷ്യന്മാരോടുകൂടെ അപ്പോസ്തലന്മാരുടെ കൂടെ പുതു യെരുശലേമിലും ആലേഖനം ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മിനിസ്ട്രി എന്ന് പറയുമ്പോൾ എപ്പോഴും സ്റ്റേജോ സ്പോട്ട് ലൈറ്റോ അല്ല. ദൈവം എല്ലാവരെയും മാനിക്കുകയും എല്ലാവർക്കും അതിൻ്റെതായ പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. ദൈവം ഒന്നും മറന്നു കളയും. കർത്താവ് യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ എളിയവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഞാനത് മറന്നു കളയുന്നവനല്ല. അതിനൊരു പ്രതിഫലം ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാം. മറ്റൊരു പ്രോഫറ്റ് പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒരു അമ്മച്ചി മരിച്ചു. ആ ഒരു മദറിനെ കുറിച്ച് അവര് ഒരു ദർശനം പോലെ കാണുക. അവർ സ്വർഗത്തിലെത്തി, സ്വർഗത്തിൽ അവരെയൊക്കെ വലിയ വരവേൽപ്പ്. അവർ സ്വർഗത്തിൽ ഓൾറെഡി സോ ഫേമസ് വ്യക്തിയാണ്. ചിലവര് ഭൂമിയിൽ ഭയങ്കര ഫേമസ് ആയിരിക്കും, പക്ഷെ സ്വർഗത്തിൽ അത്ര ഫേമസ് ആവണമെന്നില്ല. ചിലവര് ഭൂമിയിൽ ഒരു സഭയിൽ ഒരു ചെയറിടുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ സഭയിൽ ഒരു പ്രയറിൻ്റെ ഒരു ഇൻ്റർസെസറി പ്രയറിൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ അവർ ദിവസവും ആ സഭയിലെ ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം സ്വർഗത്തിൽ ഏറ്റവും ഫേമസ്. ചിലപ്പോൾ നമ്മൾ സ്റ്റേഡിയങ്ങളിൽ കാണുന്ന, സ്റ്റേഡിയങ്ങളിൽ വലിയ ക്രൂസൈഡ് നടത്തുന്ന, അല്ലെങ്കിൽ വലിയ സ്റ്റേജിൽ നിന്ന് സുവിശേഷം അറിയിക്കുന്ന, അവർക്കൊന്നും പ്രതിഫലം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ അവരെക്കാൾ ഫേമസ് ആയ വ്യക്തി, അവിടുന്ന് കഞ്ഞി വിളമ്പി കൊടുക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നും രാത്രിയിൽ എഴുന്നേറ്റ് ഇൻ്റർസീഡ് ചെയ്യുന്ന ഒരു അമ്മച്ചിയായിരിക്കാം സ്വർഗത്തിൽ ഫേമസ്.
ഭൂമിയിൽ നമ്മൾ ഫേമസ് ആകണമെന്നും ഭൂമിയിൽ അറിയപ്പെടണമെന്നൊക്കെ പലരും പ്രാർത്ഥിക്കും. പക്ഷേ കർത്താവേ, ഞാൻ സ്വർഗത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സകല പേരും, നമ്മൾ എത്ര വലിയ ചർച്ച് പണിതു അതിൻ്റെ പേരിൽ അവൻ്റെ ഭിത്തിയിലൊക്കെ നമ്മുടെ പേര് വെച്ചാലും, ഹല്ലേലൂയ, നമ്മൾ എന്തെല്ലാം ഫ്ലെക്സ് ബോർഡ് വെച്ചാലും, ഈ ഭൂമി തീക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നത്. അപ്പോൾ ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം കത്തി എരിഞ്ഞു പോകുന്ന ഒരു ദിവസമുണ്ട്. ഇത് നിത്യമായ ഭൂമിയല്ല, പക്ഷെ നിത്യമായ ഒന്ന് വരാൻ പോകുന്നു. യോഹന്നാൻ കണ്ടു ദർശനത്തിൽ പുതുയെരുശലേം. ആ പുതുയെരുശലേമിൽ ഈ യാക്കോബിൻ്റെ പേര് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്നതിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്വർഗത്തിൽ നമ്മുടെ പേര് അറിയപ്പെടുന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഞങ്ങളിൽ ആര് വലിയവൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അവർ തമ്മിൽ ഒരു ഇൻറ്റേർണൽ ഫൈറ്റ് തന്നെ ഉണ്ടായിരുന്ന നമുക്ക് കാണാം. കർത്താവ് അത് തിരിച്ചറിഞ്ഞിട്ട് കർത്താവ് ഒരിക്കൽ പറയുന്നുണ്ട്, അവൻ കഫർഹൂമിൽ വന്നു വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്ന് വഴിയിൽ വെച്ച് വാദിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നു. അവൻ ഇരുന്ന് പന്തിരുവരെയും വിളിച്ചു. ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം എന്ന് പറഞ്ഞു. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവനോട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. മത്തായി 20-ാം അധ്യായം 24 ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം ഇതേ കാര്യങ്ങളൊക്കെ യേശു പറയുന്നത്. യേശു അവരെ അടുക്കൽ വിളിച്ച്, ജാതികൾ അധിപന്മാർ അവരുടെ കർത്തൃത്വം ചെയ്യുന്നു എന്ന മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുന്നവൻ ഇച്ഛിക്കുന്നവനല്ല നിങ്ങളുടെ ശുശ്രൂഷകനാകണം. നിങ്ങൾ ഒന്നാമനാകുന്ന ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ദ ട്രൂ ഗ്രേറ്റ്നെസ് ഇൻ ഗോഡ്സ് കിങ്ഡം comes through humility and serving God without seeking attention. നമ്മൾ ഓരോരുത്തരുടെയും സേവനങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ വലുത് തന്നെയാണ്. ഹല്ലേലൂയ. അത് വെള്ളം കൊടുക്കുന്നവനാകാം, തുടയ്ക്കുന്നവനാകാം, തൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ആലയത്തിൽ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ കണ്ണിൽ അതിനെല്ലാം വലിയ വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശ് എടുത്തേ ഉള്ളൂ ശീമോൻ. ആ ശീമോൻ്റെ 2 മക്കളും പിന്നത്തേതിൽ സഭകളുടെ ബിഷപ്പുമാരായിരുന്ന വലിയ ദൈവം അവരെ മാനിച്ചു. അവർ ദൈവവേലയിൽ മാനിക്കപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിൽ പോലും കർത്താവിൻ്റെ ക്രൂശ് ഒന്ന് താങ്ങിയ ആ ഒരു ശീമോനെ പോലും ദൈവം മറന്നു കളഞ്ഞില്ല. ആ തലമുറകളെ ദൈവം മറന്നു കളഞ്ഞില്ല. യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാ ശിഷ്യന്മാരും കർത്താവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ശിഷ്യനും പല സ്ഥലങ്ങളിലെല്ലാം പോയി പ്രീച്ച് ചെയ്തു. അദ്ദേഹവും രക്തസാക്ഷിയാവുക തന്നെയാണ് ചെയ്തത്. അവസാനം ഈ വചനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതാണ് ഞങ്ങളുടെ ബലം, അതാണ് ശക്തി. ഹല്ലേലൂയ, സ്തോത്രം. ഈ മിനിസ്ട്രി ഓർത്ത് ബ്ലെസ് ചെയ്യണം, മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ വിധത്തിലും മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യണം. താഴെ കാണുന്ന ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് PDF ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല ഇത് ഞങ്ങൾ ബുക്ക്ലെറ്റ് പ്രിൻ്റ് ചെയ്ത് നല്ല വില തന്നെ മുടക്കിയാണ് ഇതൊക്കെ പ്രിൻ്റ് ചെയ്യുന്നത്. എല്ലാം ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ 10,000 കോപ്പീസ് എൻ്റെ ഇപ്പോൾ 3 ലാംഗ്വേജിൽ ഞങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ പല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിനൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. സപ്പോർട്ട് ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. Thank you for watching.